ഹലോ ഡിയർ, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ക്ലാസ് 7 മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the figure, a parallelogram is divided into 4 small triangles. Calculate the angles of each of the triangle. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാരലലോഗ്രാം ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സി, ഇവിടെ ഒരെണ്ണം, ദിസ് വൺ, ദസ് ആൻഡ് ദസ്, അങ്ങനെ 4 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 110 ആണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 110 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര തന്നെയായിരിക്കും? 110 ആയിരിക്കും അല്ലേ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 110ഉം 20ഉം രണ്ട് ആംഗിൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ദ സം ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 180 ഡിഗ്രി ഈ 110ഉം 20 എത്രയാണ്? 130 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ 0, 5, 1, 0. അപ്പോൾ എത്രയാണ്? 50 അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. എത്രയാണ്? 50 ആണ്. ഇത് 50 എന്നും കിട്ടി അല്ലേ. ഇത് 50, ഇത് 110. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 35. അപ്പോൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഇത് 35 ആണ്. ഇത് നേരെ ഈ ഓപ്പോസിറ്റുള്ള ഇത് എത്ര ആയിരിക്കും? 35 തന്നെ ആയിരിക്കും അല്ലേ. ഇനി ഇത് 20 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ 110ഉം 20 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എന്നുള്ളത് 50 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 50 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും 50 ആയിരിക്കും. ഇവിടെ 110 ഉണ്ട് അല്ലേ, 110. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ സം ഓഫ് എ ബിഗ് ആൻഡ് സ്മോൾ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞത്? 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 180യിൽ നിന്ന് ഈ 110 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടിക്കൂടി. അപ്പോൾ എത്രയാണ്? 70 ആണല്ലേ. 70 അല്ലേ. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ളതും 70 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ടെണ്ണം കിട്ടി അല്ലേ. 35ഉം 70ഉം കിട്ടി. അപ്പോൾ ഇത് ബാക്കി കാണാൻ എന്ത് ചെയ്യണം? 37ഉം 35ഉം 70ഉം പ്ലസ് ചെയ്തിട്ട് 180യിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 70യും 35ഉം എത്രയാണ്? 80, 90, 105 അല്ലേ. അപ്പോൾ 105ൽ നിന്ന് 180യിൽ നിന്ന് 105 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്ര കിട്ടി? 70 അല്ലേ. 35ഉം 70ഉം 105 ആണ്. അപ്പോൾ 180യിൽ നിന്ന് 105 പോയാൽ 75 ആണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചില്ലേ. 35ഉം 70ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാവും? ഇവിടെയും 75 തന്നെയാണ് അല്ലേ. ഇവിടെ 75 ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് വന്ന് ഇവിടെ 75 ആണ്. ഇതിൻ്റെ 50 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും അല്ലേ. പിന്നെ സം ഓഫ് എ ബിഗ് ആൻഡ് സ്മോൾ ആംഗിൾ വിൽ ബി 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ 110 തന്നാൽ അതിൽ നിന്ന് ഈ 180യിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്കിതും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. 27 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+ ഇൻ മാത്സ്. They form 3/4 of entire class. How many students are there in the class? അപ്പോൾ ഒരു ക്ലാസ്സിൽ 27 കുട്ടികൾക്ക് എത്ര A+ മാത്സിൽ A+ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ they form 3/4 ഓഫ് ദ എൻറ്റയർ ക്ലാസ്. ഈ 27 എന്ന് പറയുന്നത് 3/4 ഓഫ് ദ എൻറ്റയർ ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ് ഉണ്ടതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് who got A+, 27 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് who got A+ ഈക്വൽ ടു 3/4. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 27 ഡിവൈഡഡ് ബൈ 3/4 ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 25 ഡിവൈഡഡ് ബൈ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് ചെയ്യേണ്ടത്? അത് ഇൻറ്റു ചെയ്തിട്ട് 3/4ൻ്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലേ. ദറ്റ് മീൻസ് 4/3. ഓക്കെ, അപ്പോൾ 27 ഡിവൈഡഡ് ബൈ 3/4 ആയതുകൊണ്ട് നമുക്ക് സൈൻ മാറ്റണം അല്ലേ. 27 ഇൻറ്റു 4/3 റെസിപ്രോക്കൽ എടുക്കണം.
ഓക്കെ, അപ്പോൾ ഇവിടെ 27ഉം 3യും കട്ടായി പോകും അല്ലേ. 3ൻ്റെ ടേബിൾ 27 ഉണ്ടല്ലോ, എത്ര 9 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ അത് ക്യാൻസലായിട്ട് 1ഉം 9ഉം വരും. അപ്പോൾ 4/1 എന്ന് വെച്ചാൽ 4 തന്നെയാണ്. അപ്പോൾ 9 × 4 എന്ന് വെച്ചാൽ എത്രയാണ്? 36 ആണ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എ 16-meter long road is cut into pieces of length 2/3 meter. How many such pieces will be there? ഓക്കെ, ഒരു 60 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു റോഡ് എന്താണ് കട്ട് ഇൻ ടു 2/3 മീറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ ലെങ്ത് ഓഫ് എ സൈഡ് എന്ന് വെച്ചാൽ 5 1/2 മീറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് 5 1/2 മീറ്റർ ഇൻറ്റു 5 1/2 മീറ്റർ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 1/2 ഇൻറ്റു 5 1/2 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? ഇത് മിക്സ്ഡ് ഫ്രാക്ഷനിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5 × 2 എത്രയാണ്? 10 + 1 അല്ലേ. 5 × 2 + 1 / 2. അപ്പോൾ അതെത്രയാണ്? 5 × 2 10 + 11/2 അല്ലേ. അപ്പോൾ ഇവിടെയും അത്ര തന്നെ വരുമല്ലോ, 11/2 11/2 × 11/2. അപ്പോൾ എത്ര വരും? അപ്പോൾ 11 11 121 അല്ലേ. 121 ഇവിടെ 2 × 2 4. അപ്പോൾ ഇത് എത്രയായിരിക്കും? 121 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 4s are 4, 2 4s are 3 4s are 12 അല്ലേ. 3 4s are 12 ആണ്. അപ്പോൾ ഇവിടെ 0 1 റിമൈനിങ് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 ഇവിടെ എഴുതണം അല്ലേ. 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമ്മുടെ കോഷ്യൻ്റ്, റിമൈൻഡർ ബൈ ഡിവൈസ് അല്ലേ. അപ്പോൾ നമുക്ക് 31 / 4. This is the answer. Okay dears, thanks for watching.